പ്രിയ സുഹൃത്തുക്കളെ, അങ്ങനെ പ്രധാൻ രാജിവെച്ചു. അടുത്തത് ആര് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. ഒരു സംശയം വേണ്ട, BJP ഞെട്ടിക്കാൻ വേണ്ടിയിട്ട്, ഒരു ഭയപ്പാടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഒരു സംഘടന കൂടി നമ്മുടെ മഹത്തായ ഇന്ത്യയിൽ രൂപം പ്രാപിക്കുന്നു. അത് E20 പെട്രോളിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നു. ലക്ഷ്യം നിതിൻ ഗഡ്കരിയുടെ രാജി എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, പെട്രോളിന് വില വർദ്ധിച്ച സമയത്ത് പെട്രോളിനേക്കാൾ നല്ലത് ഇദ്ദേഹത്തിന്റെ മകന്റെ പേരിലുള്ള ഒരു കമ്പനി നടത്തുന്ന എത്തനോളാണ് എന്ന പേരിൽ എത്തനോൾ വിൽപ്പന നടത്തുന്ന ഏർപ്പാടുണ്ടായി. എന്തായാലും ഒരു പുതിയ മൂവ്മെന്റ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുന്നു. E20 ജനതാ പാർട്ടി എന്നാണ് അതിന്റെ പേര്. കാരണം മറ്റേ പാർട്ടിക്ക് കിട്ടിയ സപ്പോർട്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. എന്തായാലും ഇങ്ങനെ ഇത് പോവുകയാണെങ്കിൽ ചില ആളുകളൊക്കെ കമന്റ് അടിക്കുന്ന ഇങ്ങനെയാണ്: ഫുൾ സപ്പോർട്ടുണ്ട്, നിയമം അനുസരിക്കണം, നീതി കിട്ടുന്നതുവരെ, അല്ലെങ്കിൽ നീതി ചോദിച്ചു വാങ്ങണമെന്ന് പല ആളുകളും കമന്റുകൾ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഒന്ന് കേൾക്കാം. CJPയുടെ മാതൃകയിൽ പുതിയ കൂട്ടായ്മ വരുന്നു. E20 ജനതാ പാർട്ടി എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ അക്കൗണ്ട് ആരംഭിച്ചു. ഇതിപ്പോൾ എന്തായാലും CJP ഒരു ട്രെൻഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് രാജ്യത്ത്. കാരണം 36 ദിവസം നീണ്ടുനിന്ന സമരത്തിലൂടെ അവരുടെ ആവശ്യങ്ങൾ അവർ നേടിയെടുത്തു. നീറ്റ് പരീക്ഷയുമായി നടന്ന ക്രമക്കേടിൽ മന്ത്രിയുടെ സ്ഥാനം വരെ തെറിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയും ചെയ്തു. സ്വാഭാവികമായും E20 പെട്രോളിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ അപ്രമാദിത്യമായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ നടന്നിരുന്നത്. അപ്രമാദിത്യം, BJPയുടെ അപ്രമാദിത്യ ഭരണം. ഒരു കാരണവശാലും ഒരു തരത്തിലും ഒരാളും രാജിവെക്കില്ല എന്ന് ഒരു തരത്തിൽ ഞാൻ അടക്കമുള്ള ആളുകൾ വിശ്വസിച്ചു പോന്നിരുന്നു. ഇതൊന്നും നടക്കില്ല. നമ്മൾ ഇതിനു മുമ്പ് ഒരു കർഷക പ്രക്ഷോഭം കണ്ടതാണ്. അതിനെ അടിച്ചമർത്തി അങ്ങോട്ട് പറഞ്ഞു വിട്ടതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതേപോലെ തന്നെ ഈ ചെറിയ പിള്ളേർ നടത്തുന്ന ഈ സമരത്തെ തീർച്ചയായിട്ടും മോദി ഗവൺമെന്റ് അടിച്ചമർത്തും എന്ന് തന്നെയാണ് ഞാൻ അടക്കമുള്ള ആളുകളൊക്കെ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ആ പിള്ളേര് വേറെ ലെവലായിരുന്നു. അതിഗംഭീരമായിട്ട് അവിടേക്ക് ആളുകൾ തിങ്ങിക്കൂടുകയും ഇന്ന് ശനി ഞായറും എന്ന് പറയുന്ന ആ 2 ദിവസം മതി, അവിടേക്ക് ട്രെയിനും പിടിച്ചിട്ട് വിമാനവും പിടിച്ച് പിള്ളേർ അവിടേക്ക് എത്തുമെന്നും അവിടെ ഒരുപക്ഷെ നിൽക്കാൻ കഴിയാത്തത്ര ആളുകൾ അവിടെ കൂടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുകയും ഒരുപക്ഷെ ഒരു അട്ടിമറി സാധ്യതയൊക്കെ മുൻകണ്ടിട്ടാവണം വളരെ പെട്ടെന്ന് തന്നെ പ്രധാനെ കൊണ്ട് രാജിവെപ്പിച്ചത്. അതിന്റെ ദേഷ്യം പ്രധാന ഇപ്പോഴും തീർന്നിട്ടില്ല കേട്ടോ. എന്നെ ഒന്ന് മിണ്ടാൻ പോലും അനുവദിച്ചില്ല എന്ന് പ്രധാന് വളരെയധികം ദേഷ്യമുണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ 2 വാക്ക് പറഞ്ഞതിന് ശേഷം മാത്രമാണ് രാജിവെക്കുകയുള്ളൂ എന്നായിരുന്നു പ്രധാൻ പറഞ്ഞിരുന്നത് അത്രേ. പക്ഷേ അങ്ങനെ മിണ്ടാനൊന്നും ഒരു അനുവാദം മോദിജി കൊടുത്തില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഒരു പുതിയ സംഘടന കൂടി വരുന്നു, BJPയെ ഭയപ്പെടുത്താൻ വേണ്ടി മാത്രം. വരൂന്ന് ശബ്ദം വരട്ടെ. എവിടെ ശബ്ദം? അപ്പൊ ഓണാവൂല. സമൂഹ മാധ്യമങ്ങളിൽ അക്കൗണ്ട് ആരംഭിച്ചു. ഇതിപ്പോൾ എന്തായാലും CJP ഒരു ട്രെൻഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് രാജ്യത്ത്. കാരണം 36 ദിവസം നീണ്ടുനിന്ന സമരത്തിലൂടെ അവരുടെ ആവശ്യങ്ങൾ അവർ നേടിയെടുത്തു. നീറ്റ് പരീക്ഷയുമായി നടന്ന ക്രമക്കേടിൽ മന്ത്രിയുടെ സ്ഥാനം വരെ തെറിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയും ചെയ്തു. സ്വാഭാവികമായും E20 പെട്രോളിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ രാജ്യത്ത് ശക്തിപ്പെടുകയാണ്. പാർലമെന്റിലടക്കം ഈ വിഷയങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. പ്രധാനമായും E20 പെട്രോൾ മാത്രം ഇന്ത്യൻ വിപണിയിൽ ഇറക്കുമ്പോൾ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു എന്ന പ്രചരണം അല്ലെങ്കിൽ വിമർശനം സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത്. മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ ഭാഗമായിട്ട് അറസ്റ്റിലാകാൻ രാജിവെക്കാൻ പോകുന്നത് ഞാൻ മുന്നേ കാണിച്ച ഒരു നിതിൻ ഗഡ്കരി മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ മകന് ഈ എത്തനോളിന്റെ ഒരു ബിസിനസ് ഉണ്ട്, അങ്ങനത്തെ ഒരു കമ്പനി ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എണ്ണകൾ തീർച്ചയായിട്ടും ഇന്ത്യയിൽ വിറ്റഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെട്രോൾ പൂഴ്ത്തിവെക്കുന്നതെന്നും എന്നിട്ട് അദ്ദേഹത്തിന്റെ മകന്റെ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള പരക്കെയുള്ള സംഭാഷണം. ജനതാ പാർട്ടി എന്നാണ് എക്സിലും ഇൻസ്റ്റാഗ്രാമിലുമുള്ള ഈ അക്കൗണ്ടിന്റെ പേര്. പക്ഷേ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 2024 പിന്നീട് ഈ അക്കൗണ്ട് വാങ്ങിയതായിരിക്കണം. എന്തായാലും ഈ അക്കൗണ്ട് തുടങ്ങിയതിന് പിന്നാലെ ഇവർ കുറച്ച് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് രാജ്യത്ത് E20 പെട്രോളിനൊപ്പം തന്നെ ശുദ്ധമായ പെട്രോൾ, അതായത് ബ്ലെൻഡിങ് നടക്കാത്ത പെട്രോളും നേടിയെടുക്കുക, അത് ലഭ്യമാക്കുക എന്നതാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. എന്തായാലും കൊള്ളാം. കുറെ മുമ്പ് തന്നെ തുടങ്ങിയ ഒരു സംഘടനയാണ്. പക്ഷേ ഇപ്പോൾ വേറെ ഏതൊക്കെ ആളുകളൊക്കെ അത് വാങ്ങിച്ചിട്ട് ഇതിന് പുറകിൽ ആരാണ്, ഏതൊക്കെ ചെറുപ്പക്കാരാണ്
എന്നുള്ള കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ നാളെ മറ്റന്നാളായിട്ട് ഈ ഒരു വിവരം നമ്മുടെ ഉള്ളിലേക്ക് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ലക്ഷ്യം നിതിൻ ഗഡ്കരിയുടെ എന്താ പറയുക രാജി തന്നെ ആവാനുള്ള സാധ്യത കൂടുതൽ. E20 ജനതാ പാർട്ടി എന്നാണ് ആ ഒരു പുതിയ പാർട്ടിയുടെ പേര്. ഇതേപോലെയുള്ള സംഘടനകൾക്ക് അല്ലെങ്കിൽ ചില കൂട്ടായ്മകൾക്ക് നമ്മുടെ രാജ്യത്തെ മാറ്റാൻ കഴിയുന്ന വിധത്തിൽ പെരുമാറാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ അത്ഭുതകരമാണ്. കാരണം ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന് ഒരു ചെറുവിരൽ പോലും ഒന്ന് അനക്കിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് പകരമായിട്ട് മോദിജിയെ പോയി കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലും അല്ലാതെ വേറൊന്നും നടക്കുന്നില്ല നമ്മുടെ ഇന്ത്യയിൽ. അപ്പോഴാണ് കുറച്ച് ചെറുപ്പക്കാർ കൂറയുമായി വന്നിട്ട് കൂറ ചെറുപ്പക്കാർ ഏറ്റവും നല്ല കൂതറ ലെവലിൽ ഇവരെ മുഴുവൻ രാജിവെക്കുന്ന രീതിയിലേക്ക് എത്തുന്നത്. എന്തായാലും BJP ഒരു പുതിയ പാർട്ടി കൂടി നന്നായിട്ട് ഭയപ്പെടുത്താനുള്ള സാധ്യത വളരെയധികമാണ്. ആ ഒരു പുതിയ പാർട്ടി സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. പെട്രോളുമായി ബന്ധപ്പെട്ട്, ഡീസലുമായി ബന്ധപ്പെട്ട്, ഇതുമായി ബന്ധപ്പെട്ട് അവശ്യ വസ്തുക്കൾക്ക് മുഴുവൻ വില കൂടും. അപ്പോൾ സർവ്വസാധാരണക്കാരായിട്ടുള്ള ആളുകൾ മുഴുവൻ ഒരുപക്ഷെ ഈ സമരത്തിന് ഇറങ്ങുകയാണെങ്കിൽ സെക്കൻഡ് വിക്കറ്റ്. ബൈ.